ഹലോ ബോയ്സ്, ഞാൻ ആരാന്ന് മനസ്സിലായ? റയാനി എന്ന് പറഞ്ഞ നല്ല ആളാണ്. ഫേസ് റിവ്യൂല് മാത്രമല്ല, ഒരു വ്ളോഗാണ്. ഇപ്പോൾ നമുക്ക് വ്ളോഗ് ഒന്നുമില്ല, നമ്മുടെ ഓണൊക്കെ ഉണ്ട്. നമുക്ക് ഓണപ്പൂ ഇട്ടാലും നമ്മുടെ കളിയൊക്കെ വ്ളോഗാണ്. അപ്പോൾ അതൊക്കെ കാണാം. അപ്പോൾ നമ്മ ഇപ്പം പോയിട്ട് പറിച്ചിട്ട് വന്ന പൂക്കളൊക്കെ ആണ്. ഇത് എൻ്റെ കസിനാണ് കേട്ടാ. അതെൻ്റെ കസിൻ ഇത്താത്ത. ഞങ്ങൾ കുറേ പൂക്കളൊക്കെ പിച്ചി വെച്ചിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചൊക്കെ, അല്ലെങ്കിൽ വാടിപ്പോവും. അപ്പോൾ കുറച്ചും കൂടെ പൂവാണ്. അപ്പോൾ ഞങ്ങളുടെ അവിടെ തൊട്ട് പാടമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി പറിക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പറിക്കണ വീഡിയോ ഒക്കെ കാണിച്ചു തരാം. പൂക്കൾ പറിക്കാൻ ഇറങ്ങുന്നുണ്ട്. അത് നമുക്ക് നമ്മുടെ പറമ്പിൽ നോക്കാം. യെസ്, ഞങ്ങളുടെ ഇവിടെ പറമ്പുണ്ട്. ഇവിടെ വല്ല പൂക്കളുണ്ടോ നോക്കട്ടെ. ഒരൊറ്റ പൂക്കളുമില്ല. നന്നായി ആപ്പാടി ഉള്ള പൂ. അത് പറിച്ചു കഴിഞ്ഞാൽ ഇപ്പം അല്ല, ചട്ടിയും കലവും കൂടെ കിട്ടും. അത് കാരണം അത് ഇപ്പോഴത്തേക്ക് പറിക്കുന്നില്ല. അപ്പോൾ അവള് പറഞ്ഞ പാടത്തേക്ക് പോവാണ്. നമ്മ ഇവിടെ കുറേ പൂവൊക്കെ ഉണ്ട്. ഇത് നമ്മളെ തോരാണ് കേട്ടോ. ഒരു പൊങ്ങലുട്ടി. കനാലാണെങ്കിൽ നല്ല ക്ലിയർ വെള്ളമാണ്. പക്ഷെ മീന് ചെറിയ പൊടി മീനൊക്കെ ഉണ്ട്. വേറെ മീനൊന്നും ആ കണ്ണുണ്ട്. അത് പൂവാണ്. കുറച്ച് അഡ്വഞ്ചറാണ്. എനിക്കത് പോയി പറഞ്ഞു. ആ പൂവിനെ ലക്ഷ്യം വിട്ടി ഇവിടെ നിറയെ ഇതാണ്. എന്നിട്ട് പറയാ കുത്തണ തൊട്ടാവാടിയാണ്. ഒരു പൂവിന് വേണ്ടി ഇവിടെ വരെ വന്നു. പാണ്ടാറം ഇവിടെ നിറയെ ഉണ്ട്. ഞാൻ ഇപ്പോഴാണ് ഇത് പാടം കേട്ടാ. പാടത്തുനിന്നൊക്കെയാണ് പറിക്കണേ. ഇതൊക്കെ ഒരു തമാശ രീതിയിലൊക്കെ എടുത്താൽ മതിട്ടാ. ഞങ്ങള് വെറുതെ ഒരു രസത്തിന് വേണ്ടി വ്ളോഗ് ഇടണാണ്. അപ്പം അമ്മ ഇതിനകത്തുണ്ടോ, ഇതിനകത്തേക്ക് തുറക്കണതിൻ്റെ അകത്ത് നിറയെ പൂക്കളാണ്. നടന്നു വരുമ്പോ ഒരാളവിടെ നിന്ന് കൊത്തിക്കൊണ്ടിരിക്കുന്നു. ആരൊന്നും അറിയില്ല. ഒരാൾ അവിടെ നിന്ന് കൊത്തിക്കൊണ്ടിരിക്കണ്. കുറച്ച് പൂക്കളുണ്ട്. എനിക്ക് ക്ലിയർ ആണെന്നറിയില്ല. ഇവിടെ നല്ല ഇരുട്ടാണ്. ഇതേണ്ട കാണാൻ പറ്റണ്ടോന്ന് അറിയില്ല കേട്ടോ ഗൈസ്. കൊറേ പറിച്ചു. ഇത് ഇങ്ങനത്തെ ടൈപ്പ് പൂവാണ്. എനിക്ക് നിറയെ പറിച്ചെടുക്കാം. ഉണ്ടോന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഗൈസ്. ഇവിടെ ഇത് ഇഷ്ടംപോലെ ഉണ്ട്. എന്നാലും ഇത് പറിക്കല് വേസ്റ്റ് ആക്കാൻ നമുക്ക് പൂക്കളെടുത്ത് ചുറ്റിനിടാം. ഗൈസ്, നമ്മ ഇത് മൊത്തം കുറേ ഉണ്ട്. ഇത് മൊത്തം പറിച്ചു കഴിഞ്ഞിട്ട് കാണാം. ഇത് നമ്മുടെ അടുത്തുള്ള ഒരു പാടം കേട്ടോ. ഇതാണ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ പാടം. കിടക്കാൻ പാടമാണ്. ഞങ്ങൾ പണ്ട് ഇവിടെ വെള്ളമില്ലായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഞാൻ കാണിച്ചു തരാം. ഉണ്ടാവും ഇപ്പൊ നിറയെ വെള്ളമാണ്. പണ്ട് വെള്ളമില്ലാത്തപ്പോ ഞങ്ങൾ അവിടെയൊക്കെ പോയെന്നൊക്കെ കളിക്കായിരുന്നു. കുറെ ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു സർക്കിളാണ്. റോഡ് ഒരു സർക്കിൾ. അതായത് ആദ്യം വണ്ടി ഒന്നും ഉണ്ടാവില്ല. ഞങ്ങൾ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അവരൊക്കെ ഞങ്ങൾ കളിക്കും. എന്താ പറയാ, ഒരു വൈറ്റ് കളർ ഉണ്ട്. പക്ഷെ കാണുമ്പോ വൈറ്റ് ആയിരിക്കും. പക്ഷെ ഇത് പറിച്ചപ്പോ തണ്ട് മാത്രം പോകണുള്ളൂ. അയ്യോ, പൂണ്ടോ ഇതിന്റെ അകത്ത്? നിങ്ങൾ നോക്കി. നന്നായി. ആ പൂ എന്തോ പ്രത്യേകതയുള്ള പൂവാ. പറിച്ച് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ എന്റെ ഇതളൊക്കെ പറന്നു പോണ ടൈപ്പ് ഒരു പൂവാണ്. ഇവിടെ എത്തിയുണ്ട്.
അവിടെയൊക്കെ പാടാണേ. നമ്മളപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂവ് അന്വേഷിച്ച് ഇങ്ങനെ നടന്ന് 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 അത്യാവശ്യത്തിന് പൂക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു പൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. കാണാൻ വരണ്ട, നല്ല വെളിച്ചമാണ് അവിടെ നിന്ന്. പൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. കാണിച്ചേരി അതില് അമ്മട്ടുണ്ട്. ഇങ്ങനെയൊക്കെ എടുത്ത് നിലത്താളാ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചാണ്. We have one flowers. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ വീട്ടിലെത്തിയിട്ട് വേണം കേട്ടോ. ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അറിയിക്കാം. വീട്ടിലെത്തിയിട്ട് കാണാം. ഓക്കെ ഗായ്സ്, അമ്മ ഇത്രയായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നേരം ഇത്രയും ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇനി ഇതൊക്കെ ഒന്ന് വിച്ച് കയറിയൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം. കില്ലെടുക്കുക, ഇതാണ് ഒരു ചടങ്ങ്. ഇനി ഇതൊക്കെ കില്ലെടുക്കണം. ഞാൻ ക്യാമറ എല്ലാം വെച്ചിട്ട് കാണിച്ചു തരാം ഗൈസ്. ചടങ്ങുണ്ട്. ഈറ വേസ്റ്റ് കൊണ്ടുപോയി കളയുക. ഈറ വേസ്റ്റ് കൊണ്ടുപോയി കളയുക. ഇത് മൊത്തം പൊട്ടിച്ചിട്ടിട്ട് കാണാം. ബായ്. മൊത്തം പൊട്ടിക്കട്ടെ, കൊറേ ഉണ്ട്. ഇത്ര ഉണ്ട്. അപ്പൊ ഇതൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. അമ്മ നൂഡിൽസ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. നൂഡിൽസ് ആണോ ചോറാണെന്ന് പഠിച്ചോണക്കറിയാം. അടുത്തത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് സെറ്റായി കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ ഇരിക്കണേ. ഇന്ന് അമ്മ എന്താ ചെയ്യാൻ പോണേ? പൂക്കളിടാൻ. പക്ഷെ ഇങ്ങനെ ഇടാൻ പറ്റും. ഇതൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് പൂക്കളിടാനുള്ള പരിപാടി നോക്കാം. ഈ 2 പൂക്കൾ അത്ര ആട്ടോ. ഇഷ്ടംപോലെ പൂക്കൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ പൂക്കളിടാനുള്ള പരിപാടി നമുക്ക് നോക്കാം. ഇത് വൃത്തിയാക്കാനുള്ള ചടങ്ങിലേക്ക് പോകുന്നു. ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് നമുക്ക് കാണാം കേട്ടോ. ബൈ. ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് നമുക്ക് കാണാം. നമ്മ അടിച്ചൊക്കെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ പരിപാടി ഔട്ട്ലൈൻ വരയ്ക്കണം. അപ്പൊ നമുക്ക് ഔട്ട്ലൈൻ വരയ്ക്കണം. പരിപാടിയിലേക്ക് കടക്കാം ഗൈസ്. ഓക്കെ. അപ്പൊ ഇവിടെ ഒരു സർക്കിള് നമുക്ക് വരച്ചിടുക. ചെറുതായി ഗൈസ് വരച്ചിട്ട് കാണിക്കട്ടോ. ഇപ്പൊ കാണിച്ചു കഴിഞ്ഞാൽ ക്യാമറ ഇതൊക്കെ കൂടെ പിടിക്കാൻ പറ്റില്ല. വരച്ചിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, വരച്ചിട്ട് കാണാം ഗൈസ്. ബൈ. ഇപ്പൊ നമ്മ ഇവിടെ ആയിട്ടൊരു ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട്. കാലേജ് കാണിച്ചു തരാം. കാണാമല്ലേ, ടൈല് ഇങ്ങനത്തെ ടൈപ്പ് ഉണ്ട്. പെട്ടെന്ന് കാണാൻ പറ്റില്ല. അപ്പൊ നമ്മ അതേപോലെ ഒരു വരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഇടാനുള്ള പരിപാടി നോക്കാം. അതിന് നമ്മൾ നേരത്തെ കാണിച്ചു വെച്ച പൂവച്ചൊന്നും നടക്കൂല. പക്ഷെ നമ്മുടെ കയ്യിൽ വേറെയും പൂക്കളുണ്ട്, കാണിച്ചു തരാം. അപ്പം നമുക്ക് പോയി പൂക്കൾ എടുക്കാം. ഇപ്പം നമുക്ക് പൂക്കൾ എടുക്കാം. മാത്രം എടുത്താൽ മതി. പൂക്കളൊക്കെ നമ്മൾ എടുത്തുണ്ട്. നേരെ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇതൊക്കെ നമുക്കൊരു പേപ്പറിലോട്ട് ഇടണോട്ടെ ഗൈസ്. നമുക്ക് ഇതൊക്കെ നമുക്ക് ഇവിടേക്കൊക്കെ ഗൈസ് നമുക്ക് കൊടുക്കണേ. ഇതിലും കൊള്ളാത്ത പേപ്പർ എടുക്കുക. എന്നിട്ട് ഇവിടെയൊക്കെ അത് പൊളിക്കാൻ വേണേ. എൻ്റെ ഇത്താത്തേനെ പൊളിക്കാൻ പൈസ അപ്പം നമുക്ക് ഇടാം.
ചെറുതായിട്ടൊരു നനവ് പോലെ വന്നിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഫ്രിഡ്ജിൽ വെച്ചായിരുന്നേ, ചീത്ത കണ്ടിരിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ നമ്മൾ എടുത്ത് വെച്ചായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കപ്പ അടുത്തത് പൊട്ടിച്ചിടാം. ഓറഞ്ച് പൊട്ടിക്കാൻ പോണേ. പൊട്ടിത്താത്ത എന്നിട്ട് പൊട്ടിക്കണം, എനിക്ക് പൊട്ടിക്കാറില്ല, ഞാൻ ക്യാമറ പിടിച്ചേക്കാണ്. ഓറഞ്ച് കീറി എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മ തന്നെ ഇതൊക്കെ കീറിയൊക്കെ വെച്ചേക്കണം. നമ്മള് അതും പൊട്ടിച്ച് അപ്പ ഇത് ഓറഞ്ച് ഇവിടെ എല്ലോ വെക്കാം. ഇവിടെ എല്ലാം നീക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതൊരു മൂലക്കേക്ക് ആക്കി വെക്കാം. മൂലക്കേക്ക് ഇനി നമുക്ക് അടുത്ത പൂവ് പൊട്ടിക്കാം. ഇനി അടുത്തത് ഇതാണ് നമ്മളെ ഇത് ഈ പേപ്പറിലോട്ട് നൈസായിട്ട് തട്ടിടാം. വാവ്, പെർഫെക്റ്റ്. ഈ കവറ് ഇത്രയുള്ളൂ, കവർ എവിടെയും പോയി കിടക്കട്ടെ. ഇട്ടെടുക്കാൻ പോണ പോവാണ്. ടോൺ 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 ടോൺ. അടിപൊളി കിടിക്കൻ ചെമ്പരത്തി. ഇത് എന്തിൻ്റെയോ തന്നുണ്ട്, നമ്മളെടുത്തിട്ട് പറമ്പിലോട്ട് ഇട്ടുതരാം. അപ്പം അതവിടെ കിടന്ന് വളർന്നോളൂ. വൈസ് നമുക്ക് ഇത്രയും 4 തരത്തിലായി, 4 തരത്തിലുള്ള പൂവുണ്ട്. ഇനിയുണ്ട് കേട്ടോ വൈസ്. നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. നേരെ വൈസ് എൻ്റെ ഇത്തത്രയും കൊടുത്തുണ്ട്. അപ്പൊ നമ്മ അത് എടുത്തിട്ട് നോക്കി ഡോക്ടർ മൊത്തം ഇട്ടുതരാം. പൊള്ളയില് ഏറ്റവും കൂടുതലുള്ള പൂവാണ്ടത്. നമ്മളിതെല്ലാ സ്ഥലത്തോട്ടും ഇങ്ങനെ നിവർത്തിയിടുക, കാരണം ഇതിനെ ഒടുക്കാത്ത തണുപ്പാണ്. ഫ്രീസറിൽ കയറ്റി വെച്ചിരിക്കുന്നത്. പിന്നെ എനിക്കറിയാലോ ഒടുക്കത്ത തണുപ്പാണ്, കയ്യൊക്കെ വേറെ. ചെറുതായിട്ട് ഇതിന് കുറച്ച് വെള്ളം പോലെ എന്തോ വന്ന പോലെ തോന്നുന്നുണ്ട്. നമുക്ക് ഇത്രയുണ്ട്: വൈറ്റ്, റെഡ്, യെല്ലോ, ഓറഞ്ച്, മജന്ത. ടീപ്പുണ്ട്. നമുക്ക് ഇത് നേരെ എടുത്ത് ഇതിവിടെ സെൻ്ററിലേക്ക് അങ്ങനെ ഇട്ടേരാം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട കേട്ടോ. അത് ഞങ്ങൾ കിട്ടണ സമയം കൊണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടോ അത് നിങ്ങൾ ഒന്ന് ക്ഷമിച്ച് വിട്ടേര്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സൗണ്ടൊക്കെ ഉണ്ടാകാൻ കാരണം ഞങ്ങളും ജീവിക്കണത് വീട്ടിലൊക്കെ തന്നെയാണ്. നമ്മ ഇത് ഇട്ടിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, നമുക്ക് ഇതും കൂടെ ഉണ്ട്. ഇത് നമുക്ക് എവിടെ ഇട്ടിടാം? നമുക്കത് ഇവിടെ ഇട്ടിടാം. നല്ല ഭംഗിയുള്ള പൂവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഇത്രയും പൂക്കളുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പൂക്കളും കൂടെ ഉണ്ട്. എടുത്തിട്ട് നേരെ ജാസ്മേ ആ പൂക്കളും കൂടെ നമുക്ക് സെറ്റാക്കാം. ഈ പൂക്കളുണ്ട്, ഇത് നമുക്ക് നേരെ എടുത്ത് മുഴക്കോട്ടിടാം. അപ്പം അത് ഇടണ വീഡിയോ പോരും. പിന്നെ ഈ സൈഡ് ഇവിടേക്കാ പൂവിടാം.
സഹായിക്കോളി അതില അത് നമ്മ സക്സസ്ഫുള്ളി ഇട്ടിരിക്കുന്നു. നിന്റെ അകത്ത് ഒന്നുമേ ഇല്ല. അപ്പൊ ഈ പേപ്പർ കൊണ്ടുപോവുക, ഇങ്ങനെ മടക്കുക. ഇത്രേ ഉള്ളൂ ഗൈസ്. ഇതാണ് പറഞ്ഞു, നിങ്ങൾ കണ്ടതാണ്. ഈ പേപ്പർ എടുക്കുക, ചവിട്ടിക്കൊട്ടുക. ഒരെണ്ണൂരുണ്ട് മൂലക്കട. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ശ്രദ്ധിക്കണ്ട കേട്ടാ. ഞങ്ങ TV-യിൽ വെച്ചേക്കാണ് ഗൈസ്. അപ്പൊ നമ്മളെ എല്ലാ പൂക്കളും സെറ്റ് ചെയ്യും. നമുക്ക് ഒറ്റൊരു കാര്യമുള്ളൂ, ഇവിടേക്ക് ഇടണം. നമ്മ ഒരു വലിയ പൂക്കളാണ് പ്ലാൻ ചെയ്ത്. അത് ഫുള്ള് ഫ്ലോപ്പ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഈ വീഡിയോ വരുള്ളൂ. വരണി എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പൊ നടുവിൽ വെക്കണ പൂവ് ഏതാന്ന് നോക്കിയപ്പോ അത് ആരോ പിച്ച് കയറിയിട്ടേക്കാണ്. ഇപ്പൊ ഗൈസ് നമ്മ ഇത് ഇത് പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഗൈസ് ഇത് കൊണ്ടുപോയി അപ്പൊ നമുക്ക് പൈസ ഒരെണ്ണം കൂടെ പറിക്കാന്ന് പറയുന്നുണ്ട്. ഇതാണ് ആ പൂ. അവിടുന്ന് പറിച്ചെടുത്തിരിക്കുന്നു. പൈസ ഇപ്പൊ നമ്മൾ പറിച്ചെടുത്തുണ്ട്. ഇനി ഇതിന്റെ സെന്റർ നോക്കി നമുക്ക് വെക്കാം. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഇത് ഇത് തന്നെ നമുക്ക് അങ്ങനെ എടുത്ത് സെന്റർ ഭാഗത്ത് തന്നെ നേരെ സെന്റർ ഭാഗത്ത് അത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമായിരിക്കും. അപ്പൊ നമുക്ക് ഇതെടുത്ത് നമ്മുടെ സെന്റർ പൂടെ സെറ്റാണ്. ഇനി ബാക്കി നമുക്ക് ഇടാം. ഓക്കെ, അപ്പൊ നമ്മ ഇത് കുറച്ചെടുത്തിട്ട് നമ്മ ഇത് ഫുള്ള് വെച്ചിട്ടാണ്. കാരണം എന്താന്നറിയാം, നമ്മുടെ ഫോണിന്റെ ചാർജ് തീർന്ന്. അപ്പൊ ഗൈസ് ചാർജ് വെച്ചിട്ട് നമ്മ ഇതിന്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തന്നെ ആയിരിക്കും. അപ്പൊ ഗൈസ് ഇനി ഫൈനൽ ലുക്കിന് വേണ്ടി കാത്തു നിൽക്കുക. ഫൈനൽ ലുക്ക് കൊണ്ട് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ പരിസരവും പിന്നെന്താ പറയാ കളിയും അതൊക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പൊ ഫൈനൽ ലുക്കിന് വേണ്ടി കാത്തിരിക്കുക. ഓണപ്പൂക്കള് ഇത്രയും പേരെ ആക്കിയെടുത്തുണ്ട്. കുറച്ചൊക്കെ വലിയതാണ് ഗൈസ്. ഇത്രയും പേരെ ഞങ്ങൾ കഷ്ടപ്പെട്ടിരുന്ന് ഉണ്ടാക്കിയതാണ് ഗൈസ്. ഞങ്ങളുടെ ഹൈടെക് ബുദ്ധിയിൽ കിട്ടിയ കുറച്ച് ഗുണഗുണ സാധനങ്ങളിൽ വെച്ചിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. ഇപ്പൊ ഗൈസ് കുറച്ച് അറ്റകുറ്റ പരിപാടിയും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഇത് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കളിക്കണ വീഡിയോ, ഇങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് പ്ലാൻ ചെയ്യണേ ഗൈസ്. അപ്പോൾ അത് ചെയ്യും. ഒളിച്ചു മതം കളിക്കാൻ. അപ്പൊ എല്ലാം പോയി ഒളിച്ചിരിക്കാൻ വേണ്ടിയാണ്. അമ്മ വേറെ സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടി ഓടി ഓടി എത്ര നേരം കറി ഓടണം. ഇതാ കണക്ക ഫ്രണ്ട്സ് തന്നെയാണ് ടൈസ്. അവിടെ എണ്ണിക്കൊണ്ടിരിക്കുന്നു തോന്നണ്. ഞങ്ങളത് ഇവിടെയൊക്കെ ഇങ്ങനെ പോയിക്കോട്ടെ. ബുദ്ധിപൂർവം അതില് നമ്മളെ കണ്ടുപിടിച്ചിരിക്കുന്നു. കണ്ടില്ല അത് തന്നെ നമ്മുടെ വീഡിയോ സെൻഡ് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.